ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് 13-ാം ദിവസം ആരണ്യകാന്ഡം ആരംഭിക്കുകയാണ്. എഴുത്തച്ഛൻ തൻ്റെ കിളിയെ കൊണ്ട് പറയിക്കുകയാണ്. ആദ്യം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ വിശേഷണങ്ങളാണ്. ആ നീലമേഘത്തിന് സമനായവൻ, നിർമ്മലൻ, നിരഞ്ജനൻ, നീലനീരജദലലോചനൻ, പരമേശ്വരനാൽ സേവിക്കപ്പെടുന്നവൻ, കാലത്തിനും ദേശത്തിനും അനുരൂപമായി അവതാരമെടുക്കുന്നവൻ, കാരുണ്യമൂർത്തിയായ ആ ഭക്തപരായണനായ ആ പരമാത്മാവിൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിയാവില്ലല്ലോ. ശ്രീരാമചരിതം വിശേഷിച്ചും എത്ര കേട്ടാലും മതിയാവില്ല. സംസാരിക്കാനുള്ള കഴിവ്, ആ ഭാരതീയ ഗുണം നിനക്ക് പ്രത്യേകം സിദ്ധിച്ചിട്ടുള്ളതാണല്ലോ എന്ന് ആ തത്തയോട് പറയുകയാണ്. എന്നിട്ട് ആ ശ്രേഷ്ഠമായ അമൃതരസമാകുന്ന കഥയെ പറഞ്ഞാലും, ഇത്രയും പറഞ്ഞിട്ട് ശ്രീ പരമേശ്വരൻ വീണ്ടും പാർവതീദേവിയോട് അരുളി ചെയ്യുന്നതായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആരണ്യകാന്ഡം അവസാനിക്കുമ്പോൾ അയോധ്യാകാന്ഡം അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടത് ശ്രീരാമൻ സീതാ സൗമിത്രി സമേതനായി അത്രിമുനിയുടെ ആശ്രമത്തിലായിരുന്നു. അതുപോലെ ഭരത ശത്രുഘ്നന്മാർ അയോധ്യയിൽ താപസവേഷം ധരിച്ച് ശ്രീരാമപാദകങ്ങൾ ആ രത്നസിംഹാസനത്തിൽ വെച്ച് ശ്രീരാമ തൃപ്പാദങ്ങളാണെന്ന് സങ്കല്പിച്ചിട്ട് ശ്രീരാമന് വേണ്ടി ശ്രീരാമൻ്റെ പ്രതിപുരുഷന്മാരായി രാജ്യം ഭരിക്കുന്നതാണ് കണ്ടത്. ഇനി മഹാരണ്യപ്രവേശം എന്ന ഭാഗമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഇനി അത്രിമുനിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന ശ്രീരാമചന്ദ്രൻ അവിടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം ഇങ്ങനെ പറയുകയാണ്. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര, പുണ്ടരീകോത്ഭവൻ ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിൻ്റെ ഇഷ്ടപുത്രനായ അത്രി മഹർഷിയോട് ഇപ്രകാരം പറയുകയാണ്. ഞങ്ങളുടെ ഈ മഹത്തായ യാത്ര ഇനിയും തുടരേണ്ടതുണ്ട്. അതിനാൽ ദയവായി പ്രധാന പാതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും അതിനായി അങ്ങയുടെ ശിഷ്യരെ വഴികാട്ടാനായി അയച്ചാലും. ഭവാൻ അത്രിമുനി അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഭവാൻ എല്ലാവർക്കും നേർവഴി കാട്ടുന്നവനാണല്ലോ. അങ്ങയെ നേർവഴി കാട്ടിയിടുവാൻ ഈ ത്രിലോകത്തിലും ആരുണ്ട് എന്ന് ചോദിക്കുകയാണ്. എങ്കിലും വ്യസനിക്കേണ്ട, ഞാൻ ശിഷ്യരെ അയക്കാം എന്ന് പറഞ്ഞ് മാമുനി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് മുന്നേ നടന്ന് വഴി കാട്ടിയിടുവാൻ പറയുകയാണ്. കൂടെ അനുഗമിക്കാൻ തുടങ്ങിയ അത്രിമുനിയെ തടഞ്ഞിട്ട് ശിഷ്യന്മാരോടുകൂടി ശ്രീരാമൻ യാത്ര തുടരുന്നു. അത്രി മഹർഷി തൻ്റെ പർണശാലയിലേക്ക് തിരികെ കയറിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വെളിപ്പാട് ദൂരം നടന്നപ്പോൾ മുന്നിലൊരു ചെറിയ നദി കാണുന്നു. അത്രിമുനിയുടെ ശിഷ്യന്മാർ തോണി കൊണ്ടുവന്ന് എല്ലാവരെയും അക്കരെ എത്തിച്ചിട്ട് അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ അവരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ അനുവദിക്കുകയും അവർ തിരികെ എത്തി മഹർഷിയോട് ശ്രീരാമനെയും അനുജനെയും സീതയെയും നദിക്ക് മറുകരി എത്തിച്ച വൃത്താന്തം അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നദി കടന്ന് നിബിഡമായ വനത്തിലൂടെ, ആ ഘോരമായ കാനനത്തിലൂടെ യാത്ര തുടർന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, നീ വില്ലും ശരവും ഒക്കെ എടുത്ത് തയ്യാറായി നിന്നോ. ആ ക്രൂര ജന്തുക്കളും അതുപോലെ ഭക്ഷണം തേടി അലയുന്ന രാക്ഷസന്മാരും നിറഞ്ഞ കാടാണിത്. നീ മുന്നിൽ നടക്കണം, നിനക്ക് പിന്നെ വൈദേഹിയും, പുറകിൽ ഞാനും നടക്കാം. അവിടെ വൈദേഹിയായ ആ സീതാദേവിയുടെ സംരക്ഷണത്തിൽ ശ്രീരാമൻ എത്രമാത്രം ബദ്ധശ്രദ്ധനാണെന്ന് നോക്കുക. അതുപോലെ ആ ലക്ഷ്മണൻ മുന്നിൽ നടക്കുന്നു, പിന്നിൽ ശ്രീരാമൻ. സീതയ്ക്ക് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ആരുടെയും ഉപദ്രവം ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തിൽ നമ്മൾ രണ്ടുപേരുടെയും മധ്യേ നടക്കട്ടെ, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എഴുത്തച്ഛൻ അതിനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജീവാത്മാവിനും പരമാത്മാവിനും മധ്യസ്ഥയായി ആ മൂലപ്രകൃതിയായ യോഗമായ ദേവി, ആ മായാശക്തി ഇങ്ങനെ ആയാൽ ഒരു ഭീതിക്കും അവകാശമില്ലല്ലോ എന്ന് എഴുത്തച്ഛൻ എഴുതിയിരിക്കുകയാണ്. ഇപ്രകാരം ഇങ്ങനെ ഒരു യോജന നടന്നപ്പോൾ അവർ ഒരു പുഷ്കരണി കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു താമരപ്പൊയ്ക കണ്ടു. ആ താമരപ്പൂ മാത്രമല്ല, സൗഗന്ധികം തുടങ്ങിയ പല ജാതി ജലസസ്യങ്ങൾ, ആ ജലസസ്യങ്ങളിൽ ഇങ്ങനെ പുഷ്പങ്ങൾ വിടർന്ന് വിരിഞ്ഞ് സുഗന്ധം പരത്തി നിൽക്കുന്ന ആ മനോഹരമായ പൊയ്കയിൽ നിന്നും ജലം കുടിച്ചതിന് ശേഷം സമീപത്തുള്ള ഒരു വൃക്ഷച്ചൂട്ടിൽ അവർ വിശ്രമിക്കുകയാണ്. ഇവിടെ
വിരാധവധം എന്ന ഭാഗം ആരംഭിക്കുകയാണ്. അവരങ്ങനെ ആ വൃക്ഷച്ചുവട്ടിൽ സ്വസ്ഥരായി വിശ്രമിക്കുന്ന വേളയിൽ അത്യുഗ്ര ശബ്ദത്തോടെ വൃക്ഷങ്ങളെല്ലാം പിടിച്ചു കുലുക്കിക്കൊണ്ട്, അതായത് ആ 8 ദിക്കും മുഴങ്ങുമാർ ഇങ്ങനെ അട്ടഹസിച്ചും കൊണ്ട് ആ ഒരു തോളിൽ ഒരു ശൂലം, ആ ശൂലത്തേൽ മൃഗങ്ങൾ അതുപോലെ മറ്റ് ജന്തുക്കളൊക്കെ ഇങ്ങനെ കുത്തി കോർത്ത് വെച്ചിട്ടുണ്ട്. ആ ശൂലം കൊണ്ട് മൃഗങ്ങളെ കുത്തിക്കൊന്നിട്ട് അതിനെ ഭക്ഷിക്കാൻ വേണ്ടി. വലിയ ആകാരമാണെന്ന് വിചാരിച്ചോണം. വരാഹം വാരണം മൃഗം, ഇങ്ങനെ വരാഹം അറിയാം, പന്നി, അങ്ങനെ ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, സിംഹം, മഹിഷം പോത്ത്, അങ്ങനെ ഈ ജന്തുക്കളെല്ലാം ആ ശൂലത്തിൽ കോർത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും മറ്റും കരഞ്ഞ് വിളിച്ച് ഇങ്ങനെ, അതുപോലെ പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, കണ്ടോ അനുജ, ഭയങ്കരനായ രാക്ഷസൻ നമ്മുടെ നേരെയാണ് വരുന്നത്. അമ്പും വില്ലും കുലച്ച് തയ്യാറാകൂ. സീതേ, ബാലേ, നീ പേടിക്കേണ്ട, ഞങ്ങളിവനെ ശരിയാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. രണ്ടുപേരും ധൈര്യസമേതം അങ്ങനെ നിൽക്കുമ്പോൾ ഈ രാക്ഷസൻ അവരുടെ മുന്നിൽ വന്നിട്ട് 8 ദിക്കുകളും മുഴങ്ങിയിടും വണ്ണം ഇങ്ങനെ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അട്ടഹസിച്ചിട്ട് ചോദിക്കുകയാണ്, കഷ്ടം, ദുഷ്ടജന്തുക്കൾ നിറഞ്ഞ ഈ കാട്ടിൽ താപസവേഷത്തിൽ അമ്പും വില്ലുമേന്തി ഭയമേതുമില്ലാതെ ധൈര്യസമേതം സുന്ദരിയായൊരു തരുണിയുമൊത്ത് നിൽക്കുന്ന നിങ്ങൾ ആരാണ്? ബാലകന്മാരായ നിങ്ങൾ ഇങ്ങനെ ഈ കാട്ടിൽ ഭയമേതുമില്ലാതെ ഇങ്ങനെ വരാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു മന്ദഹാസത്തോടെ. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, എന്നുടെ നാമം ശ്രീരാമൻ എന്നാണ്. താത നിയോഗത്താൽ സോദരനായ ലക്ഷ്മണനോടും ജനകാത്മജയായ സീതയോടുമൊത്ത് നിങ്ങളെപ്പോലെയുള്ള അധമ രാക്ഷസന്മാരെ വധിച്ച് 3 ലോകങ്ങളെയും രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. രാഘവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ക്രുദ്ധനായി വളരെ ദേഷ്യം വന്നു രാക്ഷസന്. അടുത്തു നിന്ന് ഒരു വൃക്ഷം പറിച്ചെടുത്ത് അവരുടെ നേരെ ഓങ്ങിക്കൊണ്ട് പാഞ്ഞടുത്ത് വരികയാണ്. അങ്ങനെ അട്ടഹസിച്ചുകൊണ്ടുവന്ന ആ രാക്ഷസൻ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടിട്ടില്ലേ, ശക്തനായ വിരാധനാണ് ഞാൻ. ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിലോ അവർ മൂഢന്മാരാണ്. അതിലൊരു മൂഢനാണ് ഭവാനും. എന്നെ ഭയന്ന് ഈ പ്രദേശത്തൊന്നും, അതായത് ഈ പ്രദേശത്തുണ്ടായിരുന്ന താപസന്മാരെല്ലാം ഓടിപ്പോയി. നിങ്ങൾക്കും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സുന്ദരിയായ ഈ തരുണിയെയും ആയുധങ്ങളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ ഈ ക്ഷണം നിങ്ങളെ ഭക്ഷണമാക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ രാക്ഷസൻ പറയുന്നത് കേൾക്കുകയല്ല, പറഞ്ഞുകൊണ്ട് മൈഥിലിയുടെ സമീപത്തേക്ക് ആ രാക്ഷസൻ വരികയാണ്. കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വന്നു. ഉടനെ ശ്രീരാമൻ ആ കൈകൾ രണ്ടും അങ്ങ് ഛേദിച്ച് കളഞ്ഞു. കൈകൾ വെട്ടിമാറ്റിയപ്പം വായും പിളർന്ന് രാമനെ വിഴുങ്ങാനായിട്ട് അടുത്തു. രാമൻ ഉടനെ പാദങ്ങളും മുറിച്ചു കളഞ്ഞു. പിന്നെയും ആ മായാവിയായ രാക്ഷസൻ, ഈ രാക്ഷസന്മാർക്ക് പല മായാവിദ്യകളും അറിയാമല്ലോ, അപ്പോൾ കാലുകളും കൈകളും മുറിച്ചു കളഞ്ഞു. ഉടനെ വീണ്ടും രാമൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാമൻ ശിരസ്സും വെട്ടിമാറ്റി. ആ ഭൂമിയിലാകെ, ആ ഭയാനകമായ ആകാരമല്ലേ, ഭൂമിയിലാകെ രക്തം കൊണ്ട് നിറഞ്ഞു. മൈഥിലി ഇത് കണ്ട് പേടിച്ച് വിളിച്ച് ശ്രീരാമനെ കെട്ടിപ്പിടിക്കുകയാണ് ഓടിച്ചെന്നിട്ട്. അപ്പോൾ വിരാധനെ വധിച്ചതിൽ ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും വിദ്യാധരന്മാരും എല്ലാം സന്തോഷത്തോടെ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ആകാശദേശത്തെ വിമാനങ്ങളൊക്കെ ഇങ്ങനെ നിരന്നു. തൽക്ഷണം ആ വിരാധൻ്റെ സ്ഥാനത്ത് ഒരു സുന്ദരനായ ഒരു പുരുഷരൂപം പ്രത്യക്ഷപ്പെടുകയാണ്. ആകാശമാർഗത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നത് കാണായി വന്നു. അപ്പോൾ രാമനെ സ്തുതിച്ചുകൊണ്ട് വണങ്ങി പ്രദക്ഷിണം ചെയ്തിട്ട് ആ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ആ പുരുഷൻ പറയുകയാണ്, ആ സുന്ദരനായ പുരുഷൻ, ശ്രീരാമ ഭഗവാനെ, ഞാനൊരു വിദ്യാധരനായിരുന്നു. കാരുണ്യമൂർത്തേ, കമലാപതേ, ധരാപതേ, ആ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താലാണ് ഞാനിങ്ങനെ ദുഷ്ടരാക്ഷസനായി മാറിയത്. ഇപ്പോൾ അങ്ങയുടെ സ്പർശത്താൽ ശാപമോക്ഷം കിട്ടി മുക്തിയും ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ അചഞ്ചല ഭക്തനായ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ സ്തുതിക്കുകയാണ്. ആ ഗന്ധർവൻ ഇങ്ങനെയാണ് പറയുന്നത്, ഗന്ധർവനല്ല വിദ്യാധരൻ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമരൂപങ്ങൾ കാണാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ
നമസ്തേ രാമായാത്മാ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമോ. ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം. എപ്പോഴും ആ ഭഗവാന്റെ ആ വാക്കുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ നാമം തന്നെ ജപിക്കാൻ പറ്റണം. അതുപോലെ തന്നെ കേൾക്കുന്നതെല്ലാം രാമകഥയായിരിക്കണം, കാണുന്നതെല്ലാം രാമരൂപങ്ങളായിരിക്കണം. എപ്പോഴും നമസ്കരിക്കുന്നതെല്ലാം ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ ശിരസ് കൊണ്ട് നമസ്കരിക്കുന്നതെല്ലാം അവിടുത്തെ ആയിരിക്കണം. ഉത്തമൻ ആ രാമൻ്റെ ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരയണം ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാമഭക്തന്മാരുടെ ഭൃത്യനായി വാഴണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമസ്തേ എന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇങ്ങനെ ശ്രീരാമൻ പറയുകയാണ്, അപ്പോൾ ഈ ഇപ്പോൾ ഭവാൻ ശാപമുക്തനായിരിക്കുന്നു, ഭക്തന്മാർക്ക് മാത്രമേ മുക്തി ലഭിക്കൂ. അങ്ങയുടെ ഭക്തി കൊണ്ടാണ് അങ്ങയ്ക്കിപ്പോൾ ഈ മുക്തി ലഭിച്ചിരിക്കുന്നത്. ആ മുക്തി ലഭിക്കാനായിട്ട് ഉത്തമ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ് ആ വിദ്യാധരനെ അനുഗ്രഹിക്കുകയാണ്. വിദ്യാധരൻ ശ്രീരാമൻ്റെ അനുഭവത്തോടെ ശ്രീരാമനെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രദക്ഷിണം വെച്ചിട്ട് ആകാശത്തേക്ക്, അതായത് ദേവലോകത്തേക്ക് മറയുകയാണ്. ഈ സ്തുതി ഭക്തിയോടെ ജപിക്കുന്നവർക്ക് ദുഷ്കൃതമകന്ന് മോക്ഷം സിദ്ധിക്കും, ഭഗവത് സാക്ഷാത്കാരം സിദ്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ശരഭംഗ മന്ദിര പ്രവേശം എന്ന ഭാഗമാണ്. ശരഭംഗ മന്ദിര പ്രവേശം. വിരാധവധത്തിന് ശേഷം അവർ 3 പേരും ശരഭംഗ മന്ദിരത്തിലെത്തുകയാണ്. ശരഭംഗൻ എന്ന മഹർഷിയുടെ, ആ മഹർഷിയാണെങ്കിൽ കിഴങ്ങ്, പഴങ്ങൾ, ഇങ്ങനെ വനവിഭവങ്ങൾ നൽകി അവരെ കാൽ കഴിച്ച് ഇങ്ങനെ പൂജകളൊക്കെ ചെയ്ത് അർഘ്യപാദ്യാദികളാൽ പൂജിച്ചിട്ട് ശ്രേഷ്ഠനായ താപസൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ അനേകം നാളുകളായി ജാനകി സമേതനായി ആ ശ്രീരാമനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ചിരകാലം തപസ് ചെയ്ത് സമ്പാദിച്ച പുണ്യമെല്ലാം ഞാനിന്ന് ജന്മമെടുത്തിരിക്കുന്ന അങ്ങയിലാക്കിയിട്ട് മോക്ഷമാർഗം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആ ശ്രീരാമനെ കണ്ട് ആ മഹർഷി തപസ് ചെയ്ത് സമ്പാദിച്ചിരിക്കുന്ന എല്ലാ പുണ്യവും ആ ശ്രീരാമനിൽ സമർപ്പിച്ചിട്ട് ജീവൻ ത്യജിക്കാനാണ് ആ മഹർഷി ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ വളരെ കാലമായി ഇങ്ങനെ ശ്രീരാമനാമം ജപിച്ചു കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ആ സമയം ആഗതമായിരിക്കുന്നു എന്ന് ശരഭംഗ മഹർഷി പറയുകയാണ്. അങ്ങനെ ആ ശ്രീരാമൻ നോക്കി നിൽക്കെ തന്നെ ശരഭംഗ മഹർഷി തൻ്റെ ദിവ്യസിദ്ധികളെല്ലാം ശ്രീരാമനിലേക്ക് ആക്കിയിട്ട് ദേഹം വെടിയുകയാണ്. അതായത് ജീവൻ വെടിഞ്ഞ് ദേഹത്യാഗം ചെയ്യുകയാണ്. ആ ശരഭംഗ മഹർഷി ദേവലോകം ഗമിച്ചത് കണ്ട് ദേവകളും വളരെയേറെ സന്തോഷിച്ചു. ഇനി മുനിമണ്ഡല സമാഗമം എന്ന ഭാഗമാണ് ഇനി ഇവിടെ തുടങ്ങുന്നത്. ഈ ഭാഗത്തിൽ ശ്രീരാമനെ കാണാൻ അവിടെ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിശ്രേഷ്ഠന്മാരൊക്കെ എത്തുകയാണ്. ശ്രീരാമനും സൗമിത്രിയും സീതാദേവിയും മുനിമാരെ വന്ദിക്കുന്നു. മുനിമാരും ശ്രീരാമനെ വന്ദിക്കുന്നു. ആ മുനിമാർ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, അവിടുത്തെ അവതാരോദ്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബ്രഹ്മാവിൻ്റെ അപേക്ഷപ്രകാരം ഭൂമിയിൽ ധർമ്മം നിലനിർത്താനായി, ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് സൂര്യവംശത്തിൽ ദശരഥ നന്ദനായി ആ പിറന്നിരിക്കുന്ന ഭഗവാൻ, അതായത് പന്നഗോത്തമതൽപ്പേ ആ സർപ്പശ്രേഷ്ഠൻ്റെ മേൽ പള്ളി കൊള്ളുന്ന ഭഗവാനാണ് അവിടുന്ന് എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ലക്ഷ്മി ഭഗവതി തന്നെയാണ് ഈ നിൽക്കുന്ന ജനകജയായ സീതാദേവി എന്നും അറിയാം. ശംഖവും ചക്രവുമാണല്ലോ ഭരത ശത്രുഘ്നന്മാരായിട്ടിരിക്കുന്നത്. അതുപോലെ അഭിഷേകവും വിഘ്നവുമെല്ലാം ഞങ്ങളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയായിരുന്നു എന്നും ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരുപാട് താപസശ്രേഷ്ഠന്മാരുടെ പർണശാലകളുണ്ട് ഈ ദണ്ഡകാരണ്യത്തിൽ. ഭവാൻ ഞങ്ങളോടുകൂടി വന്നാൽ ഈ കാനന ഭംഗി ആസ്വദിക്കാം, അതുപോലെ എല്ലാവരെയും കണ്ട് ആശീർവാദവും വാങ്ങാമെന്ന് ഈ മുനിമാർ പറയുകയാണ്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ശ്രീരാമൻ സീതാ ലക്ഷ്മണന്മാരോടൊപ്പം പോവുകയാണ് ആ മുനിമാരുടെ കൂടെ. കുറച്ചു ദൂരം അങ്ങ് പിന്നിട്ടപ്പോഴേക്കും അസ്ഥികഷ്ണങ്ങളും മനുഷ്യരുടെ തലയോടുകളും എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതായിട്ട് കാണുകയാണ്. അത് കണ്ട ശ്രീരാമൻ അതെങ്ങനെ ഉണ്ടായി എന്ന് അതിൻ്റെ കാരണം തിരക്കുന്നു. അപ്പോൾ കേൾക്കൂ ശ്രീരാമ, രാക്ഷസന്മാർ നിർദ്ദയം കൊന്ന ഈ താപസന്മാരെ കൊന്നിട്ട് ഭക്ഷിക്കിയാൽ ആണ് ഈ പ്രദേശം ഇങ്ങനെ അസ്ഥിക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതെന്ന്
പറയുകയാണ് മഹർഷിമാർ. ഇത് കേട്ട ശ്രീരാമൻ നിറഞ്ഞ കാരുണ്യത്തോടെ, ഈ നിഷ്ഠുരന്മാരായ രാക്ഷസകുലത്തെ ഒന്നൊഴിയാതെ ഞാൻ കൊന്നൊടുക്കുന്നുണ്ട്. താപസശ്രേഷ്ഠന്മാരായ നിങ്ങൾ യഥേഷ്ടം യാഗങ്ങൾ ചെയ്ത് സന്തോഷമായി വസിച്ചാലും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. ആ താപസന്മാരാകട്ടെ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷിച്ചു. അതുമാത്രമല്ല, അവരോടൊത്ത് ആ രാക്ഷസന്മാരിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് വളരെ കാലം അവിടെ താമസിക്കുകയും ചെയ്തു. വളരെ കാലം എന്ന് പറഞ്ഞാൽ 1-2 വർഷമല്ല, 13 സംവത്സരക്കാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 13 വർഷങ്ങൾ ഇതിനിടെ കഴിഞ്ഞുപോയി. ഇനി അടുത്തത് സുതീഷ്ണാശ്രമ പ്രവേശമാണ്. ശ്രീരാമൻ സീതാ സൗമിത്രി സമേതനായിട്ട് മുഖ്യന്മാരായ താപസശ്രേഷ്ഠന്മാർ തങ്ങളുടെ ശിഷ്യന്മാരുമായി താമസിക്കുന്ന ആ ആശ്രമത്തിൻ്റെ ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. ആ മനോഹാരിതയെക്കുറിച്ച്. എല്ലാ ഋതുക്കളിലും അതാത് ഋതുക്കളിൽ പൂക്കുന്ന പൂക്കളും ചെടികളും വല്ലികളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതാത് ഋതുക്കളിൽ പൂക്കുന്ന അനുപമമായ എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റൊരിടം ഇല്ല. വൃക്ഷങ്ങളാലും ലതകളാലും വള്ളിക്കുടിലുകളാലും ഇങ്ങനെ മനോഹരമായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള പക്ഷിമൃഗങ്ങളാൽ നിറഞ്ഞ ആ സുതീഷ്ണ ആശ്രമത്തിലേക്ക് അവരെത്തുകയാണ്. അപ്പോൾ അവരെത്തിയെന്നറിഞ്ഞ് കുംഭസംഭവോദ്ഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ എന്ന് പറഞ്ഞാൽ കുംഭത്തിൽ നിന്നും, കുംഭം കുടമാണ്, കുടത്തിൽ നിന്നും ജനിച്ചവനായ അഗസ്ത്യൻ്റെ ശിഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗസ്ത്യൻ കുടത്തിൽ നിന്നാണ് ജനിച്ചത്. അത് ആ അഗസ്ത്യൻ്റെ വീഡിയോയിൽ അത് കാണും. അത് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ബാക്കി കഥ അറിയാൻ കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോവും, ഒത്തിരി സമയമായി പോവും. അതുകൊണ്ട് ഇതിവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ആ അഗസ്ത്യമുനി ഇങ്ങനെ ശ്രേഷ്ഠനായ ശിഷ്യനായ സുതീഷ്ണമുനി, അഗസ്ത്യമുനിയുടെ ശ്രേഷ്ഠനായ ശിഷ്യനാണ് സുതീഷ്ണമുനി. അപ്പോൾ എപ്പോഴും രാമനാമം ജപിക്കുന്നതിൽ നിരതനായിരിക്കുന്ന ആ മഹർഷി സംഭ്രമത്തോടുകൂടി പോയി രാമനെയും സീതയെയും സൗമിത്രിയെയും കൂട്ടിക്കൊണ്ടുവന്ന് അർഘ്യപാദ്യാദികളാൽ നന്നായി പൂജിച്ച് അത്യന്തം വർദ്ധിച്ച ഭക്തിയോടുകൂടി നിറഞ്ഞ കണ്ണുകളോടെ, അതായത് ഭക്തി കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാമനോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഗുരുവായ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ആ രാമനാമത്തെ മാത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ബ്രഹ്മദേവനാലും ശ്രീപരമേശ്വരനാലും വന്ദിക്കപ്പെടുന്ന ആ പാതാരവിന്ദങ്ങൾ സ്മരിക്കുകയും അവിടുത്തെ നാമം ജപിക്കുന്നത് മാത്രമാണ് അവിടുത്തെ ഈ മഹാമായയാകുന്ന ഈ സംസാര സമുദ്രം കടക്കാനുള്ള ഒരേ ഒരു തോണി. അങ്ങനെ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാമനാമം മാത്രം ജപിച്ച് അതിൽ മാത്രം തൽപരനായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുകയായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ആദ്യവും അന്തവും ഇല്ലാത്ത പരമാത്മാവാണല്ലോ അവിടുന്നാകുന്ന ആ പരമാത്മതത്വം ആരാലും മനസ്സിലാക്കാനും സാധിക്കില്ല. അതത്ര എളുപ്പം സാധിക്കില്ല എന്നർത്ഥം. ആ ത്വദ്ഭക്ത ഭൃത്യനായി ഇടണം. 3 ഭൃത്യൻ വന്നിരിക്കുകയാണ്. ത്വദ്ഭക്ത ഭൃത്യനായി ഇടണം. അതായത് ത്വദ്ഭക്തൻ എന്നാൽ ആ ശ്രീരാമൻ്റെ നേരിട്ടുള്ള ഭക്തൻ, നേരിട്ട് ഭജിക്കുന്ന ഭക്തൻ. ആ ഭക്തനെ ഭജിക്കുന്ന ഭൃത്യൻ്റെ, സേവിക്കുന്ന ഭൃത്യൻ്റെ ഭൃത്യൻ അങ്ങനെ ആകാൻ എന്നെ അനുഗ്രഹിച്ചാൽ മതി. അതായത് അത്രയും ദൂരെ നിന്ന് ഭജിക്കാൻ എന്നെ അനുഗ്രഹിച്ചാൽ മതിയെന്ന് സുതീഷ്ണമുനി പറയുകയാണ്. അവിടുത്തെ പാദാംബുജം നിത്യവും എൻ്റെ മനസ്സിൽ തോന്നിക്കണം. സാംസാരിക ബന്ധത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണം. സാംസാരിക ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള നമ്മുടെ ലൗകിക സുഖങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭാര്യ, പുത്രന്മാർ, മിത്രം, അർത്ഥം, അങ്ങനെയുള്ള ലൗകിക സുഖങ്ങളാകുന്ന അന്ധകൂപത്തിൽ, കൂപം കിണറാണ്, അതായത് ഇരുട്ട് നിറഞ്ഞ കിണറ്റിൽ വീണ് കിടക്കുകയാണ് ഞാൻ. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നെ ഈ അന്ധകാരം നിറഞ്ഞ കൂപത്തിൽ നിന്നും കരകയറ്റി ഭക്തവത്സല ദയാനിധേ അവിടുത്തെ കരുണാകടാക്ഷത്തിൽ ഉദ്ബുദ്ധനാക്കിയിടണേ, എനിക്ക് പരമാത്മജ്ഞാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുതീഷ്ണമുനി. എന്നെ ഈ ലൗകിക സുഖങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഈ ശരീരം, എൻ്റെ ഈ ശരീരം ശരീരം, മൂത്രം, മാംസം, അമേധ്യം, കുടൽ, ഇങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞ, ഇനി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? ഒരു ചെറിയ അണു മാത്രം. ആ ഒരു അണുവിൽ നിന്നാണല്ലോ ഈ ശരീരം ഇങ്ങനെ ഈ പരിണാമ വിധേയമായി വളർന്നു വലുതായി ഈ മാറ്റങ്ങൾക്ക് വിധേയമായി ഇത്ര വരെ എത്തിയത്. അതിനാൽ ശരീരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. ആ ശരീരത്തിനോടുള്ള ആസ്ഥയാൽ തന്നെയാണ് മറ്റു വിധത്തിലുള്ള മോഹപാശങ്ങളാൽ ബന്ധിതനായി തീരുന്നത്. ശരീരത്തിനെ വിശപ്പും ദാഹവും ഉള്ളൂ. ഈ ശരീരത്തിനെ മറ്റു തരത്തിലുള്ള വികാരങ്ങളുള്ളൂ. അതിനാൽ ആർത്തിനാശന
ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നവനെ, അങ്ങ് എൻ്റെ ഉള്ളിൽ നിത്യവും വസിക്കണേ. ജീവാത്മാവായി സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നതും അവിടുന്ന് തന്നെയാണല്ലോ. അവിടുത്തെ നാമം നിരന്തരം ജപിച്ചിടുന്ന ഭക്തന്മാരെ, അവരെത്ര നിസ്സാരന്മാരായാലും മോഹപാശത്താൽ, അതായത് അവിടുത്തെ മഹാമായ വൈഭവമാകുന്ന ആ പാശത്താൽ, ആ മായയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കണേ. അവിടുത്തെ നാമം ജപിക്കുന്നവരെ ആ മഹാമായ വൈഭവം, ആ മായാവൈഭവമാകുന്ന പാശത്താൽ ബന്ധിക്കാൻ സാധിക്കുകയേയില്ല. അവിടുത്തെ നാമമന്ത്രം ജപിക്കുന്നവർ, അതിൽ നിന്ന് നാമമന്ത്രം ജപിക്കുന്നതിൽ നിന്ന് വിമുഖന്മാരായവർ, അതായത് ഭഗവാനിൽ നിന്ന് മുഖം തിരിക്കുന്നവർ, അവരെ, അങ്ങനെയുള്ളവരെ അവിടുത്തെ മഹാമായയാകുന്ന ആ ദേവി തൻ്റെ മോഹപാശത്താൽ ബന്ധിക്കുകയും ചെയ്യുന്നു. ഇനി ഭഗവാനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. സേവാനുരൂപം ഫലത്തെ കൊടുക്കുന്നതിൽ തൽപരനാണല്ലോ അങ്ങ്. എങ്ങനെ ഭജിക്കുന്നുവോ, എങ്ങനെ സേവിക്കുന്നുവോ, ആ സേവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഫലത്തെ കൊടുക്കുന്നവനാണെന്ന്. ജഗദീശ്വര, ഭഗവാനെ അങ്ങ് ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷത്തെ പോലെയാണ്. ആഗ്രഹിക്കുന്നത് എന്തും ഭക്തന്മാർക്ക് കൊടുക്കും. അതുകൊണ്ടാണ് കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മഹാമായയുടെ ഗുണങ്ങളാൽ തന്നെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്താനായി ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനായതും അങ്ങ് തന്നെയാണ്. അതായത് ഗുണങ്ങളാൽ, അതായത് സൃഷ്ടി എന്ന് പറഞ്ഞാൽ രജോഗുണത്തിൽ ആണ്. രജോഗുണം കൂടുതലായതുകൊണ്ടാണ് സൃഷ്ടി നടത്തണം എന്ന ചിന്തയുണ്ടായത്. അതായത് രജോഗുണം ആധിക്യത്താലാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുമല്ല സ്വയംഭൂവായത്. അതുപോലെ തന്നെ സാത്വിക ഗുണപ്രധാനനായിട്ടാണ് ആ സംരക്ഷിക്കുന്ന ഭഗവാനായ വിഷ്ണു. അതുപോലെ തമോ ഗുണപ്രധാനനാണ് സംഹാരം നടത്തുന്ന രുദ്രൻ. ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് രുദ്രനെയും അതുപോലെ മറ്റുള്ളവരെയും. ഇങ്ങനെ പല പല രൂപങ്ങളിൽ ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങ് വിളങ്ങുകയാണ്. എപ്രകാരം സൂര്യനെ ഓരോരോ ജലാശയങ്ങളിൽ, നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സൂര്യനെ കാണാം, അവിടെ ചെന്ന് വേറൊരു ജലാശയത്തിൽ നോക്കുമ്പോൾ അവിടെയും സൂര്യനെ കാണാം. അങ്ങനെ ഓരോരോ ജലാശയത്തിൽ പ്രത്യേകം സൂര്യനെ കാണുന്നത് പോലെയാണ് അങ്ങയെ എല്ലായിടത്തും കാണുന്നത്. ഭഗവാൻ ഒന്നേ ഉള്ളൂ, അത് പല പല രൂപത്തിൽ മറ്റുള്ളവർക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഈ ഭഗവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെ ഉപാസിക്കേണ്ടു, ഏത് രീതിയിലാണ് ഉപാസിക്കേണ്ടത്? എൻ്റെ തപോബലത്താൽ അവിടുത്തെ നാമമന്ത്രം ഉരുവിടുന്ന വിശുദ്ധാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്ന ആ ഭാഗ്യം ഇന്ന് എനിക്കും സിദ്ധിച്ചിരിക്കുന്നു. അതായത് അവിടുത്തെ കാണാനുള്ള ആ ഭാഗ്യം. ശ്രീരാമനെ പിന്നീട് അങ്ങ് സ്തുതിക്കുകയാണ്. ആ സ്തുതിച്ചതിന് ശേഷം പറയുകയാണ്, കരുണാവാരിധേ ഭക്തവത്സല, എൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായ ഈ തിരുവുടൽ, അതായത് ഭഗവാന്റെ തിരുമേനി നിത്യവും എൻ്റെ ചിത്തത്തിൽ വിളങ്ങണം. അത്യന്തം ഭക്തിയോടെ ആ തിരുനാമങ്ങൾ, അവിടുത്തെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കണം. ഇതല്ലാതെ മറ്റൊരു വരവും ഞാൻ അപേക്ഷിക്കുന്നില്ല ഭഗവാനെ എന്ന് ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. ശ്രീരാമൻ മന്ദഹാസത്തോടെ നിഷ്കളങ്കമായ മനസ്സോടെ ഇങ്ങനെ മന്ദഹാസത്തോടെ പറയുകയാണ്, നിഷ്കളങ്കമായ മനസ്സോടെ എന്നെ ഉപാസിക്കുന്ന അങ്ങയുടെ മനസ്സ് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അങ്ങേ കാണാനായി ഞാൻ വന്നത്. എന്നെ വളരെ കാലമായിട്ട് അങ്ങ് ഉപാസിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്രകാരം നിഷ്കൽമഷമായി നിത്യവും എന്നെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് അവർ ധ്യാനിക്കുന്നത്, എൻ്റെ ഏത് രൂപത്തെയാണോ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ തന്നെ എന്നെ കാണാൻ സാധിക്കും എന്നറിയുക. അങ്ങിപ്പോൾ എന്നെ സ്തുതിച്ചതായ ഈ സ്തുതിയുണ്ടല്ലോ, ആ സ്തോത്രം, ആ വിശേഷിച്ചും എനിക്ക് പ്രിയപ്പെട്ടതായ ഈ സ്തോത്രം, അതായത് സുഹൃതികളായ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് സുഹൃതികൾ എന്ന് പറയുന്നത്. ഏതൊരുവൻ ജപിക്കുന്നുവോ അവന് സദ്ഭക്തി ഉണ്ടായി ബ്രഹ്മജ്ഞാനം സിദ്ധിക്കും. താപസശ്രേഷ്ഠ, ഭവാൻ എന്നെ സേവിച്ചതിനാൽ ദേഹത്യാഗം ചെയ്യുന്നതായ സമയത്ത് നിശ്ചയമായും അങ്ങ് എന്നിൽ സായുജ്യം പ്രാപിക്കും, അതിനൊരു സംശയവുമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീരാമൻ ആ മഹർഷിയോട് അപേക്ഷിക്കുകയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങയുടെ ഗുരുവായ അഗസ്ത്യനെ കണ്ട് വന്ദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് സാധിക്കാൻ എന്താണ് ഒരു വഴി? ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എന്ന് ചോദിക്കുകയാണ്. അതിനുത്തരമായിട്ട് സുധീഷ്ണ മുനി പറയുകയാണ്, അങ്ങേക്ക് ഇപ്രകാരം തോന്നിയത്, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് ശുഭം തന്നെ. ഇവിടെ അടുത്ത് തന്നെയാണ് ആചാര്യനായ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം. ഞാനും ആചാര്യനെ കണ്ടിട്ട് ഏറെ നാളായി. ഇന്ന് നമുക്കിവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ ആചാര്യനെ കാണാൻ പുറപ്പെടാം എന്ന്
പറഞ്ഞ് അന്ന് അവിടെ തങ്ങുകയാണ് എല്ലാവരും. പിറ്റേ ദിവസം പ്രഭാതവന്ദനത്തിന് ശേഷം എല്ലാവരുമായി അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെടുകയാണ്. നടന്ന് മധ്യാഹ്നത്തോടുകൂടി, മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഉച്ച സമയത്തോടുകൂടി അഗസ്ത്യ മഹർഷിയുടെ അനുജൻ്റെ ആശ്രമത്തിലാണ് അവർ ആദ്യം എത്തിച്ചേരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അഗസ്ത്യ മഹർഷിയുടെ സഹോദരൻ ഓടി വന്ന് ഇതുപോലെ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ കാല് കഴിയിച്ച് അർഘ്യപാദ്യങ്ങൾ ഇങ്ങനെ ഉപചരിച്ചിട്ട് വനവിഭവങ്ങൾ, ആ വനത്തിൽ കിട്ടുന്ന ഫലമൂലങ്ങളും കുടിക്കാനുള്ള വടക്ഷീരം പോലെയുള്ള പേയ വസ്തുക്കൾ, മധു, തേനൊക്കെയാണല്ലോ അവിടെ കിട്ടുക, അതൊക്കെ കൊടുത്ത് സൽക്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്തത് അഗസ്ത്യ സന്ദർശനം ഇവിടെ തുടങ്ങുകയാണ്. സൂര്യോദയത്തിൽ പൂജാവന്ദനാദികളൊക്കെ കഴിച്ച ശേഷം അവർ അഗസ്ത്യ സഹോദരൻ്റെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് മനോഹരമായ നമ്മുടെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സർവ്വ ഋതുക്കളിലും കാണപ്പെടുന്ന, നമ്മൾ ആദ്യം സുധീഷ്ണ മുനിയുടെ ആശ്രമത്തിൽ പറഞ്ഞതുപോലെ പല പുഷ്പജീവജാലങ്ങളാൽ സമ്പന്നമായിട്ടുള്ള, വൃക്ഷങ്ങളാലും ലതകളാലും അതുപോലെ വള്ളികളാലും നിറഞ്ഞ, എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിന് സമം വേറൊന്നില്ലെന്നാണ് പറയുന്നത്. വിവിധ ഇനം പക്ഷികളുടെ കളനിനാദത്താൽ ഇങ്ങനെ മധുരിതമായ, ജാതിവൈരമില്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കീരിയും പാമ്പും ബദ്ധശത്രുക്കളാണെന്ന് നമ്മൾ പറയും. ഈ ആശ്രമത്തിൽ നമുക്ക് കാണാൻ കഴിയും കീരിയും പാമ്പും വളരെ സൗഹൃദത്തോടെ മിത്രങ്ങളായി വാഴുന്ന കാഴ്ച. അതുപോലെ ദേവലോകത്തെ നന്ദനവനത്തിന് സമാനമായി ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന മുനിമാരുടെയും ശിഷ്യന്മാരുടെയും ഒക്കെ വേദമന്ത്രധ്വനികളാൽ അങ്ങനെ മുഖരിതമാണ്. എല്ലായിടത്തും ഇങ്ങനെ ഈ മന്ത്രധ്വനികളാൽ അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ആ കാനന പ്രദേശത്തോട് ഉപമിക്കാൻ മറ്റ് സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. കാലങ്ങളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മർഷിമാർ, ചിരഞ്ജീവികളായ മറ്റു മഹർഷിമാർ, പണ്ഡിതന്മാരായിട്ടുള്ള വേറെ കുറേ മഹർഷിമാർ, ഇങ്ങനെ അസംഖ്യം, ഇവർക്കൊക്കെ താമസിക്കാനുള്ള അസംഖ്യം മന്ദിരങ്ങൾ വളരെയധികം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ബ്രഹ്മലോകം പോലും ഈ പ്രദേശത്തിന് തുല്യം വരില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രയ്ക്ക് വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് അവർ ആശ്രമത്തിനടുത്തെത്തുകയാണ്. അവിടെ ഇരുന്നിട്ട് ശ്രീരാമൻ സുധീഷ്ണ മഹർഷിയോട് പറയുകയാണ്, വേഗം ചെന്ന് അഗസ്ത്യ മുനിയോട് ഞങ്ങളിവിടെ വന്നെത്തിയിരിക്കുന്നതായ വിവരം പറയണം. നമ്മൾ എവിടെയെങ്കിലും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്ത് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്ത് റിസപ്ഷനിൽ പറഞ്ഞ് നമ്മൾ കാത്തിരിക്കില്ല, അതുപോലെ ഇവിടെ ആശ്രമത്തിലേക്ക് കയറുന്നില്ല, അഗസ്ത്യ മഹർഷിയോട് വിവരം അറിയിക്കാൻ പറഞ്ഞ് ആശ്രമത്തിന് പുറത്ത് ശ്രീരാമൻ ഇങ്ങനെ കാത്തിരുന്നു. രാമൻ്റെ ഈ അപേക്ഷ കേട്ടിട്ട് ഇതൊരു സത്പ്രവൃത്തിയാണല്ലോ, എന്തൊരു പുണ്യമാണിത് എന്ന് സുധീഷ്ണ മഹർഷി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ഭഗവാന്റെ ദൂതനാവുക, ആ ഭഗവാനെ തൻ്റെ ഗുരുവിൻ്റെ സമീപത്തേക്ക് എങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഉണ്ടാവുക, ഇതിൽ പരം ഒരു സുഹൃതം മറ്റെന്താണുള്ളതെന്നൊക്കെ ചിന്തിച്ച് അഗസ്ത്യ മഹർഷിയുടെ മന്ദിരത്തിലേക്ക് സുധീഷ്ണ മഹർഷി എത്തുകയാണ്. ആ മഹർഷിയാകട്ടെ ഇങ്ങനെ ഈ അഗസ്ത്യമുനിക്ക് ശ്രീരാമചന്ദ്രൻ്റെ ഭക്തന്മാരായ ആ ശിഷ്യന്മാർ ഇങ്ങനെ എല്ലാവരും, അഗസ്ത്യ മഹർഷിയും മഹർഷിയുടെ ശിഷ്യന്മാരും എല്ലാം ശ്രീരാമ ഭക്തന്മാരാണ്. ആ മുനിമാരോട് ഇങ്ങനെ രാമമന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാമനാമത്തിൻ്റെ മാഹാത്മ്യത്തിലും ആ മാധുര്യത്തിലും അതിൽ തന്നെ രമിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അഗസ്ത്യമുനിയുടെ ആ ശിഷ്യന്മാരും അഗസ്ത്യമുനിയും. അവരുടെ മുമ്പിൽ ചെന്നിട്ട് വിനയാന്വിതനായിട്ട് സുധീഷ്ണ മഹർഷി പറയുകയാണ്, രാമനാം ദാശരഥി സ്വന്തം ഭാര്യയോടും സഹോദരനോടുമൊപ്പം അങ്ങയെ കണ്ടു വന്ദിപ്പാനായി ഭക്തിയോടെ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ വിവരം തപശക്തിയാ മുൻകൂട്ടി അറിഞ്ഞിരുന്നു ഈ അഗസ്ത്യ മഹർഷി. എങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ, ഒന്നും അറിയാത്ത ഭാവത്തിൽ അഗസ്ത്യമുനി പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ എന്ന് സ്ഥിതി ചെയ്യുന്ന ആ ഭക്തവത്സലനായ ദേവനെ കാണാൻ രാമമന്ത്രവും ജപിച്ച് രാമനെ ധ്യാനിച്ച് എത്രയോ നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, വേഗം പോയി ഭദ്രമായി കൂട്ടിക്കൊണ്ടു വന്നാലും എന്ന് സുധീഷ്ണ മഹർഷിയോട് അഗസ്ത്യ മഹർഷി പറയുന്നു. മറ്റുള്ള മുനിമാരും ശിഷ്യന്മാരും ഒക്കെയായി രാമൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെല്ലുകയാണ്. എന്നിട്ടിങ്ങനെ പറയുകയാണ്, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ, ഞാൻ ചിരകാലമായി കാത്തിരുന്ന ഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുന്നു. ഇന്ന് അങ്ങയെപ്പോലെ യോഗ്യനായ ഒരു അതിഥിയെ സൽക്കരിക്കാനുള്ള ഭാഗ്യം, ആരുമായിട്ടുള്ള സമാഗമമാണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതിന്ന് സഫലമായിരിക്കുന്നു. എൻ്റെ തപസ്സും സഫലമായിരിക്കുന്നു. ആ ശ്രീരാമനും സീതയും സൗമിത്രയും അഗസ്ത്യ മഹർഷിയെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അഗസ്ത്യമുനി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആ ലക്ഷ്മണനെയും ശ്രീരാമനെയും ഒക്കെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്യുകയാണ്. അവരെ മൂന്നുപേരെയും ഇങ്ങനെ. അതിൽ നമുക്കറിയാം ശ്രീരാമൻ ഭഗവാനാണ്, അനന്തൻ്റെ അംശമാണ്
ലക്ഷ്മണൻ അങ്ങനെ അവരെ ഇങ്ങനെ അവരുടെ ശരീരം സ്പർശിക്കാൻ കിട്ടിയ അവസരം, അതിൻ്റെ സന്തോഷം കൊണ്ട് അഗസ്ത്യ മഹർഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അതുപോലെ അവരുടെ ആ ശരീരസ്പർശം അത്രമാത്രം ധന്യമാണ് മഹർഷിക്ക്. അതുപോലെ ഒരു കൈ കൊണ്ട് തൊട്ടപ്പോഴേക്കും രോമാഞ്ചപുളകിതനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കൈ കൊണ്ട് ശ്രീരാമൻ്റെ താമരപ്പൂവിതൾ പോലെയുള്ള കരം ഗ്രഹിച്ചിട്ട് വേഗത്തിൽ അവരെ ആശ്രമത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അനന്തരം വളരെയധികം സന്തോഷത്തോടെ ആ സന്തുഷ്ടമാനസനായി ആശ്രിത ജനപ്രിയനായ ആശ്രിത വത്സലനായ ഭക്തവത്സലനായ ശ്രീരാമനെ പീഠത്തിലിരുത്തി അർഘ്യപാദ്യങ്ങളാലും മറ്റു വസ്തുക്കളാലും സത്കരിച്ചിട്ട് രാമനോട് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്വകാര്യം പറയുകയാണ്. എന്താ പറയുകയെന്ന് വെച്ചാൽ അത് ആ പറയുന്നത് നമുക്ക് നാളെ കേൾക്കാം. അത് ആ ഹെഡിങ് ഇങ്ങനെയാണ്, അഗസ്ത്യസ്തുതി എന്നാണ് ആ ഭാഗത്തിൻ്റെ പേര്. ആ അഗസ്ത്യൻ ശ്രീരാമനോട് മാത്രമായിട്ട് പറയുന്ന ആ ഭാഗം നമുക്ക് നാളെ കേൾക്കാം. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു. നന്മയുണ്ടാകട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.